നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മറ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ് എന്നല്ല, ശക്തിയായ സുന്നത്താണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ പള്ളിയിലോട്ട് കയറി അന്ന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ നിസ്കരിക്കും, ഇവിടെ നിസ്കരിക്കും, ഇവിടെ നിസ്കരിക്കും, മുമ്പിൽ മറ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് നിർബന്ധം എന്ന രൂപത്തിൽ തന്നെ മറ ഉണ്ടാവണം. ഒന്നാം സഫിലോട്ട് കയറി നിൽക്കുക, അല്ലെങ്കിൽ ഒരാളുടെ പിന്നിൽ നിസ്കരിക്കുക, അതും അല്ലെങ്കിൽ ഒരു കസേര ഇട്ട് വീർന്നിട്ട് അതിൻ്റെ പിന്നിൽ നിസ്കരിക്കുക. എങ്ങനെയായാലും നമ്മളൊരു സഫിൻ്റെ ആ ഒരു 3 ഇതിൻ്റെ അപ്പുറത്ത് എന്ത് വേണം, ഒരു മറ നിർബന്ധമായിട്ടുണ്ടാവണം. അത് ഏതിനാവശ്യമില്ല, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ഇവിടെ ഇമാമ നിൽക്കുന്നു, ബാക്കിയുള്ളവർ ആ സഫിലാണ് നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ മുന്നിൽ മറയില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇമാമിന് മറ ഉണ്ടല്ലോ, ബാക്കിയുള്ളവരുടെ മറ എന്താണ്, ഇമാമാണ്. എന്നാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ മറ വളരെ അനിവാര്യമായ കാര്യമാണ്, ശക്തിയായ സുന്നത്താണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. നമ്മളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളിനി മുതൽ നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നേരെ ഒന്നാമത്തെ സ്റ്റെപ്പിലോ നിസ്കരിക്കുക. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇരിക്കുകയാണ്, അയാളുടെ ബാക്കിൽ നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരാൾ നിസ്കരിക്കുന്നു അയാളുടെ ബാക്കിൽ നിസ്കരിച്ചാൽ മതി. എങ്ങനെ ആയാലും മറ വേണം. നമ്മുടെ പള്ളിയിൽ പില്ലേഴ്സ് ഇല്ല, പില്ലറുണ്ടെങ്കിൽ സുഖം, അതിൻ്റെ ബാക്കിൽ പോയി നിസ്കരിച്ചാൽ മതി. ഒന്നാം സഫിൽ ഒരു ഇതിൽ കാണാമല്ലോ, ഒന്നാമത്തെ സഫിൻ്റെ ഫതിലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ തല്ലുകൂടുന്നതാണ്. ഞാൻ ഒന്നാം സഫിൽ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് തല്ലുകൂടി പോകുന്നതാണ്. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാണ്? ഇമാമിൻ്റെ തൊട്ട് പിറകിലുള്ള സ്ഥലമാണ്. അവിടെ നിൽക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം. എന്നാൽ ആ സ്ഥലത്ത് എല്ലാവരും കയറി നിൽക്കാൻ പറ്റുമോ? എല്ലാവരും കയറി നിൽക്കാൻ പറ്റില്ല. ആ സ്ഥലത്ത് നിൽക്കേണ്ടത് ആരാണ്? ഇൽമുള്ള മനുഷ്യനാകണം. ഏതെങ്കിലും കാരണവശത്താൽ ഈ ഇമാമിൻ്റെ നിസ്കാരത്തെ ഇമാം മുറിച്ചാൽ പിന്നെ നിസ്കാരം പൂർത്തിയാക്കേണ്ട ആൾ ആ ബാക്കിൽ നിൽക്കുന്ന ആളാവണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ പള്ളികളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മോദിന് അവിടെ നിൽക്കുക. അത് മോദിന് കൊമ്പുള്ളതുകൊണ്ടല്ല. അതെന്താ, എങ്ങാനും ഇമാമിൻക്ക് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരം പൂർത്തിയാക്കേണ്ട ആളാരാണ്? മോദിനാണ്. അതുകൊണ്ട് അവിടെ നിൽക്കണം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠത വലതുവശത്താണ്, പിന്നെ ഏറ്റവും ശ്രേഷ്ഠത ഇടതുവശത്താണ്. ഇങ്ങനെയാണ് പോണത്. ഇത് സഫിൻ്റെ ഒരു റുട്ടീനാണ്. അത് ആ റൂട്ടത്തിൽ തന്നെ പോകണം. ഇൽമു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പല ആളുകളും മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് കാണുന്നൊരു വിഷയമാണ്, ഒരാളുടെ വാപ്പയോ ഉമ്മയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമുക്കാന്ന് പറയും. നല്ലതാണ്, നല്ല കാര്യമാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ ഇയാളേക്കാൾ നല്ലൊരു ആലിമായൊരു മനുഷ്യൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ സയ്യിദും ആലിമുമായൊരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ ഉമ്മാക്ക് വേണ്ടി, ഇപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഞാൻ മയ്യത്ത് നിസ്കരിക്കണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷെ ആ സമയത്ത് എന്നേക്കാൾ വലിയൊരു ആലിമ്, ഒരു വറയുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പണ്ഡിതനായ മനുഷ്യൻ അവിടെ നിന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ആ പണ്ഡിതനായ മനുഷ്യർക്ക് മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് ഞാൻ നിസ്കരിക്കല്ല വേണ്ടത്. കാരണം എന്നേക്കാൾ ഇൽമ കൊണ്ട് പോരിഷുള്ള ആളാണല്ലോ. അതുകൊണ്ട് ആ മനുഷ്യർക്ക് മാറിക്കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. അതൊരു തസൗഫിൻ്റെ മേഖല കൂടിയാണ്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം. ഇഖ്ലാസും ഒരുപോലെ വേണം, അതുപോലെ തന്നെ സവാബ് എന്ന് പറയുന്നതും ഒരുപോലെ വേണം. ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, ഇഖ്ലാസിൻ്റെ പവർ എത്രയും നോക്കണുണ്ടോ? മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു ശത്രുവിനെ മലർത്തിയടിച്ചിട്ട് മഹാനവറുകൾ ഈ ശത്രുവിനെ വകവരുത്തുന്നതിന് വേണ്ടി ഈ ശത്രുവിൻ്റെ നെഞ്ചിലോട്ട് കയറി നിന്ന് വാളുകൊണ്ട് ഇയാളെ കൊല്ലാൻ വേണ്ടി ആഞ്ഞു വീശാണ്. ആ സമയത്ത് മഹാനവറുകളുടെ മുഖത്തേക്ക് ഇയാളൻ തുപ്പി. ആര്? ഈ ശത്രു തുപ്പിയോടുകൂടി മഹാനവറുകൾ നെഞ്ചിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. അയാളെ കൊന്നില്ല. അപ്പോൾ ഇത് കണ്ട സമയത്ത് കൂടുതൽ ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇയാളെ കീഴടക്കിയിട്ട് എന്തേ നിങ്ങൾ ഇയാളെ ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് അലി റളിയല്ലാഹു കൊടുത്ത മറുപടി ഉണ്ട്. എന്താണ് മറുപടി? ഞാൻ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളുടെ നെഞ്ചിലോട്ട് ചാടിക്കയറിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലിവജ്ഹില്ല, അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി അയാളെ കൊല്ലുക എന്നർത്ഥത്തിലാണ്. എന്നാൽ അദ്ദേഹം എൻ്റെ മുഖത്ത് തുപ്പിയതോടുകൂടി എൻ്റെ ചിന്ത മാറി. ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം വന്നു. എൻ്റെ മുഖത്തേക്കാൾ തുപ്പിയില്ലേ,
അപ്പോൾ ഇനി ഞാൻ അയാളെ കൊന്നാൽ അത് എന്തിനായിരിക്കും കൊല്ലുന്നത്? എൻ്റെ മുഖത്തേക്ക് തുപ്പിയതിനായിരിക്കും, അതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കി, ഈമാൻ എവിടെ, ഇഖ്ലാസ് എവിടെ എന്നുള്ള ചിന്ത ആലോചിച്ച് നോക്കി. കൊല്ലാൻ കൈ കിട്ടിയ ആൾ എന്ത് ചെയ്യാണ്? ചിന്ത മാറിപ്പോയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? വെറുതെ വിടുകയാണ്. എന്തേ കാരണം? ഈമാൻ തെന്നിപ്പോയി. ഇനി ഞാൻ ആളെ കൊന്നാൽ അതിൻ്റെ താല്പര്യം എന്താണ്? ഈ അർത്ഥത്തിലാണെന്നുള്ളത്. ഇതാണ് മഹാത്മാക്കളുടെ, മുൻഗാമികളുടെ ജീവിതം എന്ന് പറയുന്നത്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഇതിൽ ഇഖ്ലാസില്ലാത്ത മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ അദ്ദേഹം വരുന്നൊരു രംഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരാൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ഖുറാസാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു ഹജ്ജിന് വേണ്ടിയിട്ട്. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ കയ്യിലുള്ള സമ്പത്തൊക്കെ ഒരാളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തു, ഏൽപ്പിക്കാൻ, ഇത് നോക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് ഇയാൾ മരണപ്പെട്ടു. ഇയാൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു. മക്കളോട് പോയി വിഷയം ചോദിച്ചപ്പോൾ മക്കൾക്കറിയില്ല, ബാപ്പ ഇങ്ങനെ ഒരു വിഷയമൊന്നും പറഞ്ഞിട്ടില്ല. ബാപ്പ അന്നത്തെ ഹജ്ജ് ഇന്നത്തെ പോലെയല്ലല്ലോ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ബാപ്പ വസിയത്ത് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. നേരെ പണ്ഡിതന്മാരോട് പോയി അഭിപ്രായം ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, അയാൾ മരണപ്പെട്ടു പോയി, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്ന് ആ കാലഘട്ടത്തിലുള്ള വലിയൊരു മഹാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, സംസം കിണറിൻ്റെ അടുക്കലേക്ക് പോകണം, എന്നിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങളാ പണം സൂക്ഷിക്കാൻ കൊടുത്ത ആളുണ്ടല്ലോ അയാളുടെ പേര് വിളിക്കുക, എന്നിട്ട് അയാൾ അവിടെ നിന്ന് വന്നാൽ നിങ്ങൾ വിഷയം ചോദിച്ചു നോക്കുക. കാരണം ആ ഭാഗത്ത് നല്ലവരായ മനുഷ്യരുടെ ആത്മാക്കളെ കൂട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് അവരുടെ പേര് വിളിച്ചാൽ അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ എവിടെ ഉണ്ടാകും? അവിടെ ഉണ്ടാകും. അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹദർ മൗത്തിലുള്ള ബർഹൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് വിളിക്കണം. ചീത്ത ആളുകളുടെ റൂഹ എവിടെ ഉണ്ടാവുക? അവിടെയാണ് ഉണ്ടാവുക. അങ്ങനെ സംസമിൻ്റെ അടുത്ത് എന്ന് വിളിച്ചു, വിളി കേട്ടില്ല. രണ്ടാമത്തെ സ്ഥലത്ത് എന്ന് വിളിച്ചു, അപ്പോൾ ഇയാൾ വിളി കേട്ടു. വിളി കേട്ട സമയത്ത് ചോദിച്ചു, എൻ്റെ സമ്പത്ത് എവിടെ ചോദിച്ചു. അപ്പോൾ ഇയാൾ ഇന്ന സ്ഥലത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് മക്കളോട് പോയി പറഞ്ഞാൽ മക്കൾ എടുത്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഇയാൾ നല്ല മനുഷ്യനാണല്ലോ, അല്ലെങ്കിൽ ഇയാളുടെ ഇത് പറയില്ലല്ലോ, ഞാനത് ചോദിച്ചപ്പോഴേക്ക് ഇയാളത് പറഞ്ഞു തന്നല്ലോ, നല്ല മനുഷ്യനാണല്ലോ ചിന്തിച്ചു. അപ്പോൾ ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണല്ലോ, നല്ലൊരു മുസ്ലിമായി അള്ളാഹുവിനൊക്കെ പേടിലൊരു മനുഷ്യൻ തന്നെയാണല്ലോ നിങ്ങൾ, പിന്നെന്താ നിങ്ങളുടെ റൂഹ് ഈ ചീത്ത ആളുകളുടെ റൂഹ് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ കൊടുത്ത മറുപടി എന്താണ്? ശരിയാണ്, ഞാൻ നല്ല അമലൊക്കെ ചെയ്തിരുന്നു, എനിക്ക് അള്ളാഹുവിനെ പേടിയുമൊക്കെയുണ്ട്, പക്ഷേ കാനത്ത് അഅ്മാലുനാ ലിഗൈരില്ലാഹ്, എൻ്റെ അമലുകളൊക്കെ ഞാൻ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, എൻ്റെ അമലൊക്കെ ഞാൻ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ദുനിയാവിൽ എനിക്ക് നല്ല പവർ ഉണ്ടായിരുന്നു, മരിച്ച് എന്ന സമയത്ത് എനിക്ക് യാതൊരു പവറും ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. അല്ലാഹു തആല അത്തരം അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹുവിനെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല, അള്ളാഹുവിനെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. ഇത് പറഞ്ഞ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിനെ വഞ്ചിക്കേ നബിയെ, അതെങ്ങനെ, അള്ളാഹിനെ എങ്ങനെ നമ്മൾ വഞ്ചിക്കാമെന്ന് ചോദിച്ചു. ആ സമയത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നീ അനുസരിക്കലാണ്, പക്ഷേ എങ്ങനെയാണ് നീ കൽപ്പനകൾ അനുസരിക്കുന്നത്? ലിഗൈരി വജ്ഹില്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയെ നീ അനുസരിക്കുക, അത് അള്ളാഹുവിനെ നീ വഞ്ചിക്കലാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിക്കാതെ, എൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകണം എന്നുദ്ദേശിക്കാതെ, മറ്റുള്ള ജനങ്ങൾ കാണുന്നതിന് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, ഇതാണ് അള്ളാഹുവിനെ വഞ്ചിക്കുക എന്ന് പറയുന്നത്. ഇതിനാണ് റിയാ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ റിയാ ഉണ്ടാകുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റിയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ തീരെ റിയാ പറഞ്ഞാൽ മനസ്സിലായില്ലേ? മറ്റുള്ളവർ കാണണം എന്ന് കരുതി അമൽ ചെയ്യുക, അതാണ് റിയാ എന്ന് പറയാം. ഒരു മനുഷ്യൻക്ക് റിയാ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ 3 അടയാളങ്ങൾ പറയുന്നുണ്ട്. ഈ 3 അടയാളങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും. ഈ 3 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ നമ്മൾ പരിശോധിക്കുക, ആത്മവിചിന്തനം നടത്തുക. ഈ പറയുന്ന 3 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ റിയാ ഉണ്ട്, ഉൾനാട്യമുണ്ട്. മറ്റുള്ളവർ കാണണം
എന്ന രൂപത്തിലാണ് നമ്മുടെ ഇബാദത്തുകൾ ചെല്ലുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒറ്റക്കാകുന്ന സമയത്ത് ആരാധനകളോട് ഒരു മടി വരിക. ജനങ്ങളുണ്ടാകുന്ന സമയത്ത് ആരാധനകളോട് ഒരു ഉന്മേഷം വരിക. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ദുആ ഇല്ല, ദിക്റില്ല, ഇഖ്ലാസ് ഇല്ല, ഒന്നുമില്ല. പള്ളിയിലോ അല്ലെങ്കിൽ മറ്റു ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര ഇഖ്ലാസാണ്. അതെന്തിൻ്റെ അടയാളാണ്? റിയാഇൻ്റെ അടയാളാണ്. ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ കരയുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്ന സമയത്ത് ദുആക്കുന്ന സമയത്തും കരയാൻ കഴിയണം. പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഖബലിയായതും ബഅദിയായതുമായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരങ്ങളില്ല. പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ ഉണ്ട്. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഒന്നുമില്ല. നിസ്കാരം കഴിഞ്ഞ് പായ് മടക്കുന്നു, കയറിപ്പോണു. ജനങ്ങളുടെ ഇടയിലാകുമ്പോൾ ഇബാദത്തിനോട് ഉന്മേഷം ഉണ്ടാകും. ഒറ്റക്കാകുന്ന സമയത്ത് ഇബാദത്തിനോട് എന്തുണ്ടാവില്ല? താല്പര്യം ഉണ്ടാവില്ല. ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളമായിട്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്ന എന്താണ്? ജനങ്ങൾ പ്രശംസിച്ചാൽ കൂടുതൽ അമൽ ചെയ്യും. നല്ല ഉഷാറായിക്കണല്ലോ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ വീണ്ടും വീണ്ടും അമൽ ഇങ്ങനെ പെരുപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒന്നുകൂടി ഉഷാറായിക്കൊണ്ടിരിക്കും. നമ്മൾ കുട്ടികളൊക്കെ ചെയ്യുന്നൊരു പരിപാടി, കുട്ടികളൊന്ന് എഴുതി കൊടുന്ന മാഷാ അല്ലാ അടിപൊളിയായിക്കണല്ലോ എന്ന് പറഞ്ഞാൽ നാളെ 2 പേജ് എഴുതി കൊണ്ടുവരും. എന്നതുപോലെ ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ജമാഅത്തിനൊക്കെ ഉണ്ടില്ലേ മാഷാ അല്ലാ എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കാറ് ഫുള്ള് ജമാഅത്തായി പോവുക. എന്ന് വെച്ചാൽ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ജനങ്ങൾ പ്രശംസിച്ചാൽ അമൽ കൂടുതൽ ഇങ്ങനെ ചെയ്യുക. ഒരു സ്വതക്ക കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണില്ലേ, ഞാനിപ്പോൾ കൊടുത്താൽ എല്ലാവരും നോട്ട് ചെയ്യൂലേ എന്ന് കരുതിയിട്ട് സ്വതക്ക കൊടുക്കുക. ഒരു ചീരിനി ഒരാൾ ഏൽക്കുന്ന സമയത്ത് ഞാൻ തരാം, എന്തേ കാരണം എൻ്റെ പേര് പറയണം. എന്നിട്ട് നമ്മൾ ചീരിനി കൊടുത്തിട്ട് ഉസ്താദ് നമ്മുടെ പേര് പറഞ്ഞത് ഉയർന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ്? നമ്മൾ ചീരിനി കൊടുത്തത് ഏതിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചീരി നൽകിയവർ എന്ന പദത്തിലെല്ലാം പെട്ട് അല്ലാഹു തആലക്ക് അറിയാം ആര് നൽകി, എന്തിന് നൽകി എന്നുള്ളത്. അപ്പം നമ്മൾ ചീരിനി കൊടുത്തിട്ട് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, ഞാൻ 500 രൂപക്ക് ഇത് മേടിച്ചു കൊടുത്തതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ 1000 രൂപ സംഭാവന കൊടുത്തതാണല്ലോ, എന്നോട് ഉസ്താദ് ഒരു സഹോദരൻ എന്നാണല്ലോ പറഞ്ഞത്, ഒരു സഹോദരി എന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അത് ശരിയാവില്ല എന്ന് പറയുന്നത് അത് റിയാഇൻ്റെ അടയാളാണ്. എൻ്റെ പേര് എല്ലായിടത്തും കേൾക്കണം, എൻ്റെ പേരുകൊണ്ട് എല്ലാവരും അറിയപ്പെടണം എന്നുള്ളത് റിയാഇൻ്റെ അടയാളാണ്. അതിങ്ങനെ പറയുമ്പോൾ ഈ മാസം ഞാൻ ചീരിനി കൊടുത്തു, അടുത്ത മാസം കൂടിയും കൊടുക്കാം, അപ്പം എൻ്റെ പേര് ഒന്നും കൂടിയും വരുമല്ലോ, ഒറ്റത്തെ മാസം കൊടുക്കാം, എൻ്റെ പേര് ഒന്നും കൂടിയും വരുമല്ലോ, അത് റിയാഇൻ്റെ അടയാളാണ്. മറ്റൊന്ന്, കുറ്റം പറഞ്ഞാൽ അമൽ നമ്മൾ ചുരുക്കിക്കളയും. ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്ന കാര്യങ്ങളാണ്. ഒരാൾ കുറ്റം പറഞ്ഞു, നമ്മളിങ്ങനെ പള്ളിയിൽ വരുന്ന സമയത്ത് ഈ ഒരു നിസ്കാരക്കാരൻ വന്നിക്കണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഈ മനുഷ്യനെ അമൽ നിർത്തിവെച്ചു, അതൊരു റിയാ. അപ്പോൾ ഇയാൾ പള്ളിക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റുള്ളവർ അതിനെ കൊച്ചാക്കി കണ്ടപ്പോൾ ഇയാളുടെ അമൽ ഇയാളില്ലാതാക്കി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.